الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചു വച്ചത് മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ് എന്നുള്ളതാണ്. അൽഖിയാ ഫി ജഹന്നം കുല്ല കഫാരിൻ അനീദ് മന്നാഇൽ ലിൽ ഖൈർ മുഅ്തദിൻ മുരീബ്. അപ്പോൾ ഇതെല്ലാം ഏതുമായി ബന്ധപ്പെട്ടതാണ്? കഫാറുൻ അനീദ്, കഫാറിന്റെ കാര്യമാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ കൊണ്ടുപോയി എറിയാൻ പറയാണ് കുല്ല കഫാരിൻ അനീദ്. കഫാറിനെ, എല്ലാ കാഫിരീങ്ങളെയും. ആ കാഫിരീങ്ങളെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ്. ഒന്ന് അനീദ്, അത് നമ്മൾ വിശദീകരിച്ചു. രണ്ട് മന്നാഉൽ ലിൽ ഖൈർ, അതും നമ്മൾ വിശദീകരിച്ചു. മൂന്ന് മുഅ്തദിൻ, നാലാമത്തേത് മുരീബ്. ഇനി അഞ്ചാമത്തെ കാര്യം, അത് മുതലാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. الذي جعل مع الله إلها آخر فألقياه في العذاب الشديد. അഞ്ചാമത് പറയുന്ന സിഫത്താണ് അല്ലെങ്കിൽ വസ്ഫാണ് الذي جعل مع الله إلها آخر. നിങ്ങൾ നരകത്തിൽ കൊണ്ടുപോയി എറിയൂ എല്ലാ കാഫിറുകളെയും നിങ്ങൾ നരകത്തിൽ കൊണ്ടുപോയി എറിയൂ എന്ന് പറഞ്ഞു. ആ കാഫിർ അനീദാണ്, മന്നാഉൽ ലിൽ ഖൈറാണ്, മുഅ്തദിൻ ആണ്, മുരീബാണ്. അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ. അഞ്ചാമത് പറയുന്ന വിശേഷണം അതാണ്. അവൻ യാതൊരുവനാണ്. അല്ലദീ അൽ ഇസ്മുൽ മൗസൂൽ. ആ ഇസ്മുൽ മൗസൂൽ അത് ഏതുമായി ബന്ധപ്പെട്ടുള്ള ഇസ്മുൽ മൗസൂലാണ്? കഫാരിൻ അനീദ്. നിങ്ങൾ നരകത്തിലെറിയൂ കുല്ല കഫാരിൻ അനീദ് എന്ന് രണ്ട് ആയത്തുകൾ ബാക്കിൽ പറഞ്ഞില്ലേ. ആ കഫാറുമായി റിലേറ്റ് ചെയ്യുന്ന ഇസ്മുൽ മൗസൂലാണ് അല്ലദീ. അവൻ യാതൊരുവനാണ്. ആ യാതൊരുവൻ എന്ന് പറഞ്ഞ ഇസ്മുൽ മൗസൂൽ വന്നാൽ ഉടനെ തന്നെ സുല വേണം, സുലത്തുൽ മൗസൂൽ. ആ സുലത്തുൽ മൗസൂൽ ഇവിടെ എന്താണ്? അതൊരു ജുംലത്തുൻ ഫിഅലിയാണ്. ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ. ജഅല, അവൻ നിശ്ചയിച്ചിരിക്കുന്നു. ആരെ നിശ്ചയിച്ചിട്ടുണ്ട്? ഇലാഹൻ ആഖർ, മറ്റൊരു ആരാധ്യനെ കൂടി. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ. അലിഹ എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന പദം. അൽ ഹംസത്തു വല്ലാമു വൽഹാഉ. അലിഹ ഇലഹു എന്നാണ് അതിന്റെ അർത്ഥം. അലിഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടർത്ഥാണ്. ഒന്ന്, നമുക്ക് എന്തൊരാവശ്യമുണ്ടാകുമ്പോഴും ഉടനെ ആ ആവശ്യം നിറവേറ്റി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ആരിലേക്ക് തിരിയുന്നുവോ അങ്ങനെ തിരിയുന്ന ലക്ഷ്യസ്ഥാനത്തിന് ഇലാഹ് എന്ന് പറയും. അങ്ങനെ നമ്മൾ തിരിയുന്ന ആ മനസ്സിന്റെ ആ തിരിയലിന്, ആ ഭാവത്തിന് അലിഹ എന്ന് പറയും. അതല്ലെങ്കിൽ അലിഹ എന്ന് പറഞ്ഞാൽ തഹയ്യറ, പരിഭ്രാന്തനായി എന്നുള്ള അർത്ഥമാണ് വരിക.
തഹയ്യറ യതഹയ്യറു, ഹൈറാനിയത്തിലായി. അപ്പോ ഏതൊരുത്തന്റെ കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് എത്തും പിടിയും കിട്ടുന്നില്ലയോ, നമ്മൾ ഹൈറാനിയത്തിലായി പോകുന്നുവോ, അവനാണ് ഇലാഹ്. അവന്റെ സ്വത്വമാകട്ടെ, അവന്റെ ഗുണവിശേഷങ്ങളാകട്ടെ, അവന്റെ മഹത്തായ പ്രവർത്തനങ്ങൾ അപദാനങ്ങളാകട്ടെ, അതെല്ലാം അതൊന്നുപോലും നമുക്ക് വഴങ്ങില്ല. അതൊക്കെ അത് ഒരു ഗൈബിയായ അദൃശ്യമായ ഒരു മറയുടെ പിന്നിലാണ്. അവനെക്കുറിച്ച്, അവന്റെ കാര്യങ്ങളെക്കുറിച്ച് അവൻ നമുക്ക് പറഞ്ഞു തരുന്ന വല്ലതും ഉണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, മറ്റൊന്നും നമുക്കറിയില്ല. അങ്ങനെ നമ്മൾ അന്താളിച്ചു നിന്നു പോകുന്നത് ആരൊക്കെ കുറിച്ചാണോ അവനാണ് അലിഹ, ഇലാഹ് എന്ന് പറയുന്നത്. രണ്ടാശയവും ഒരേ സമയത്ത് അതിനുദ്ദേശിക്കാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ നമ്മുടെ മനസ്സ് ആരിലേക്ക് തിരിയുന്നുവോ ആ ഒരുവൻ അവന്റെ കാര്യങ്ങൾ, അവന്റെ ദാത്താകട്ടെ, അവന്റെ അസ്മാകളാകട്ടെ, അവന്റെ സുഫാത്തുകളാകട്ടെ, അവന്റെ അഫ്ആലുകളാകട്ടെ, അവന്റെ മറ്റൗസാഫുകളാകട്ടെ, അതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തി കളയുന്ന, നമ്മളെ പരിഭ്രാന്തരാക്കി കളയുന്ന തരത്തിലുള്ളവനാണ്. അങ്ങനെയുള്ളവൻ അവനാണ് ഇലാഹ്. ഈ ഇലാഹിൽ നിന്നാണ് അള്ളാഹ് എന്നുള്ള വാക്കുണ്ടായത് എന്നാണ് ഭാഷാ പണ്ഡിതന്മാരുടെ പക്ഷം. അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. അള്ളാഹ് എന്നുള്ള ഇസ്മുൽ ജലാല, അതിന്റെ ഇഷ്തിഖാഖ്, അഹ്ലുൽ ഇഷ്തിഖാഖ്, പദത്തിന്റെ നിരുക്തവും അതുപോലെ തന്നെ അതിന്റെ നിഷ്പാദനവും സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുന്ന ഭാഷാ പണ്ഡിതന്മാരാണ് അഹ്ലുൽ ഇഷ്തിഖാഖ്. അവര് പറയുന്നത് അള്ളാഹ് എന്നുള്ള ഇസ്മുൽ ജലാല, ആ ലഫ്ള് അത് ഡിറൈവ് ചെയ്തിട്ടുള്ളത് അലിഹ എന്നുള്ള വാക്കിൽ നിന്നാണ്, ഇലാഹ് എന്നുള്ളതിൽ നിന്നാണ്. ഇലാഹ് എന്നതിലേക്ക് അലിഫ് ലാം നമ്മൾ ചേർത്ത് കൊടുക്കുക, അൽ ഇലാഹു എന്നായി. അൽ ഇലാഹു എന്ന് പറയുമ്പോൾ അത് ഉച്ചരിക്കാൻ എപ്പോഴും നമ്മൾ പറയേണ്ട ഒരു വാക്ക് ഉച്ചരിക്കേണ്ടി വരുമ്പോൾ ആ ഹംസനെ ഇങ്ങോട്ട് മാറ്റി വെച്ചു, അള്ളാഹു എന്നാക്കി. ഹംസ മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ 2 ലാമായി, അള്ളാഹു എന്നായി. അങ്ങനെ അൽ ഇലാഹിനെ ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് അള്ളാഹ് എന്നുള്ള പദം രൂപീകരിച്ചത്, ആ പദം ഉണ്ടായത് എന്നാണ് അവരുടെ പക്ഷം. അതെന്തോ ആവട്ടെ, അതൊരു ഭാഷാപരമായ ചർച്ചയാണ്. അവര് ഇലാഹിനെ നിശ്ചയിക്കുന്നു. അവർക്ക് എപ്പോൾ ഏതൊരാവശ്യം വന്നാലും അവരുടെ മനസ്സ് നേർക്കുനേരെ തിരിയേണ്ടത് അള്ളാഹുവിലേക്കാണ്. ആ അള്ളാഹുവിന് പകരം അള്ളാഹുവിന്റെ കൂടെ അള്ളാന്റെ കൂടെ അവര് നിശ്ചയിക്കുന്നു. അള്ളാന്റെ കൂടെ നിശ്ചയിക്കുന്നു ഇലാഹൻ ആഖർ, മറ്റൊരു ഇലാഹിനെ. അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ. മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പ് കൊണ്ട് അവൻ നേർക്കുനേരെ തിരിയേണ്ടത്, അവന്റെ ഏതൊരു തരത്തിലുള്ള പ്രശ്നത്തിനും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് സ്വകാര്യമാകട്ടെ, അത് പരസ്യമായ കാര്യമാകട്ടെ, ആ കാര്യത്തിന്റെ നിവർത്തിക്ക് വേണ്ടി, അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവന്റെ മനസ്സ് പായേണ്ടത് അവന്റെ സൃഷ്ടാവും ഉടമസ്ഥനും നിയന്താവും പരിപാലകരുമായ അള്ളാഹുവിലേക്കാണ്. ആ അള്ളാഹുവിലേക്ക് തിരിയേണ്ടതിന് പകരം അള്ളാഹുവിലേക്കും തിരിയുന്നു, മറ്റുള്ളവരിലേക്കും തിരിയുന്നു. അള്ളാഹുവിനെ പൂർണ്ണമായി ഒഴിവാക്കുന്നു എന്നതിനർത്ഥമല്ല. അള്ളാഹിനെ അംഗീകരിക്കുന്നു, അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കുന്നു. പക്ഷെ അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിച്ചത് കൊണ്ട് പോരാ, പിന്നെ എന്തും കൂടി വേണം. ചില ആളുകൾ പറയുന്നു, അള്ളാഹിനോട് നമ്മൾ ചോദിച്ചാൽ നമ്മളൊക്കെ പാപികളാണ്, നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. നമുക്ക് നേർക്കുനേരെ അള്ളാഹിനോട് ചോദിക്കാനുള്ള യോഗ്യത അല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത അവന്റെ ഇഷ്ടദാസന്മാരാരാണോ, ഔലിയാക്കന്മാരാരാണോ, ഔലിയാക്കന്മാര് മുഖേന നമ്മൾ ചോദിക്കുക. ഇതാണ് ഇടതേട്ടം, അതാണ് തവസ്സുൽ. ഒരു മധ്യവർത്തിയെ വെച്ച് ആ മധ്യവർത്തിയിലൂടെ, ഇതാണ് നമ്മുടെ നാട്ടിലുള്ള സമസ്ത എന്ന് പറയുന്ന സാധനം ഇത് തന്നെയാണ്. അവര് ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മളൊരു ബൾബ് കത്തിക്കണമെങ്കിൽ നേർക്കുനേരെ
ഒരു 220 വോൾട്ടുള്ള വലിയൊരു ട്രാൻസ്ഫോമറിൽ നിന്ന് നേർക്കുനേരം നമുക്ക് കത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ പവർ ജനറേറ്റ് ചെയ്യുന്ന വേറൊരിടത്തു നിന്ന് നേർക്കുനേരം കറണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് കൂടിയതുകൊണ്ട് ബൾബൺ ഫ്യൂസായി പോകും. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ചുരുക്കി ചുരുക്കി കൊണ്ടുവരുന്ന ഓരോ ഇടയാളന്മാരെ നമുക്ക് വേണം. ഇതാണ് നാട്ടിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നേർക്കുനേരം നമ്മൾ ചോദിച്ചാൽ നമ്മൾ പാപികളാണ്. പാപികളായ നമ്മളെ അള്ളാഹു കേൾക്കില്ല. പാപികളായ നമ്മളെ അള്ളാഹു സ്വീകരിക്കില്ല. അതിനാൽ അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരായ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരായ ചില ഔലിയാക്കന്മാരുണ്ട്. ആ ഔലിയാക്കന്മാരോട് നമ്മൾ കാര്യങ്ങൾ പറയാം. ഔലിയാക്കന്മാര് നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ പറയും. അങ്ങനെ ഇടയാളന്മാർ മുഖേന ഇതാണ് തവസ്സുല്. അതിനവർ തെളിവും പറയും. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീലത വജാഹിദു ഫീ സബീലിഹി എന്ന് പറയുന്ന ആയത്ത് അതിനു വേണ്ടി ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യും. അത് നിങ്ങൾ ഇത്തഖുല്ലാ, അള്ളാഹിനെ സൂക്ഷിക്കണം. വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് വസീല തേടണം. വസീല തേടണം എന്ന് പറഞ്ഞാൽ അത് കോലം തിരിഞ്ഞു കാണുന്ന ദവാത്തുകളാകുന്നു എന്നാണ് പണ്ട് മുസ്ലിയാക്കന്മാര് പള്ളിയിൽ വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുത്തത്. കോലം തിരിഞ്ഞു കാണുന്ന ദവാത്തുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോലം തിരിഞ്ഞു കാണുന്ന മനുഷ്യന്മാര്, അല്ലെങ്കിൽ ദവാത്തുകൾ, അല്ലെങ്കിൽ ഖുതുബുൽ അഖ്താബിങ്ങൾ, അല്ലെങ്കിൽ അബ്ദാലിങ്ങൾ, അല്ലെങ്കിൽ ഔലിയാക്കന്മാര്, അല്ലെങ്കിൽ ബീവിമാര് എന്ന് പറയുന്ന വകുപ്പപ്പെട്ടവരാണ്. അതിനാൽ നിങ്ങൾക്കൊരു കാര്യം വേണമെങ്കിൽ മമ്പർത്ത തങ്ങളോട് പറഞ്ഞോളൂ, മമ്പർത്ത തങ്ങൾ ശുപാർശ പറയട്ടെ. നിങ്ങൾക്കൊരു കാര്യം വേണമെങ്കിൽ അജ്മീറിലേക്ക് വിളിച്ചു പറഞ്ഞോളൂ, അജ്മീറിലെ ഹോജ അള്ളാഹുവിലേക്ക് അത് ഫോർവേഡ് ചെയ്തെങ്കിലേ നിങ്ങളെ കാര്യങ്ങൾ നടന്നു കിട്ടുള്ളൂ. ഇതന്നെയാണ് മക്ക മുശ്രിക്കുകളുടെയും വിശ്വാസം. ഒരു വ്യത്യാസമല്ല. മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകളല്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരുടെ വിശ്വാസത്തിന്റെ ന്യൂനത, അതിലുള്ള തകരാറ് എവിടെ എന്ന് അള്ളാഹു പറയുന്നു. അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, പക്ഷെ ഇല്ലാ വഹും മുശ്രികൂൻ. അവർ അള്ളാഹുവിന്റെ കൂടെ മറ്റ് ചിലരെ കൂടി പങ്കു ചേർക്കുന്നു. എങ്ങനെയാണ് അവർ പങ്കു ചേർക്കുന്നത്? അവർ പങ്കു ചേർക്കുന്ന കാര്യം, അവർ അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരാണ്. പക്ഷെ ആ ഇബാദത്തൊക്കെ അവർക്ക് തോന്നിയ മാതിരിയാന്ന് മാത്രം. നമസ്കാരല്ലേ, അവർ നമസ്കരിക്കുന്നവരായിരുന്നു. വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുകാഅൻ വതസ്ദിയ. കഅബന്റെ അടുക്കൽ വന്നിട്ട് അവരുടെ നമസ്കാരം കൈമുട്ടും ചൂളം വിളിയും തന്നെയാണ്. അത് അള്ളാഹുവിന് അവർ സമർപ്പിക്കുന്നു എന്നവർ പറയുന്ന നമസ്കാരാണ്. അള്ളാഹ് പഠിപ്പിച്ചതല്ല, അള്ളാഹിന്റെ അമ്പിയാക്കന്മാര് പഠിപ്പിച്ചതല്ല. കാലക്രമത്തിൽ അവര് കടത്തിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇബാദത്താണ്. ഇബാദത്ത് അള്ളാഹ്ക്കുള്ളത് ആകണം എന്നതിന് പുറമെ അത് അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ അള്ളാഹ് പറഞ്ഞ ഇബാദത്താകണം. അതല്ലാത്ത വേറൊരു ഇബാദത്ത് അവനവൻ ആലോചിച്ചുണ്ടാക്കി അള്ളാഹിന്റെ ഇബാദത്ത് ചെയ്താൽ അത് അള്ളാഹ്ക്ക് സ്വീകാര്യാവില്ല. അവര് നോമ്പ് നോക്കില്ലേ, അവര് നോമ്പ് നോക്കുമായിരുന്നു. ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, കാനത്ത് ആശൂറ തസൂമുഹു ഖുറൈശും ഫിൽ ജാഹിലിയ്യ. ആശൂറ ദിവസത്തെ നോമ്പ് ജാഹിലിയ്യ കാലഘട്ടത്തിൽ തന്നെ, അഥവാ ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനത്തിന് മുമ്പ് തന്നെ ഖുറൈശികൾ നോക്കാറുണ്ടായിരുന്നൊരു നോമ്പാണ്. അവർക്ക് വേറെ നോമ്പുകൾ ഉണ്ടായിരുന്നു. അവർക്ക് സക്കാത്തില്ലേ, ധനത്തിൽ നിന്നൊരു വിഹിതം കൊടുക്കാറുണ്ടായിരുന്നില്ലേ? വജഅലൂ മിമ്മാ ദറഅ മിനൽ അൻആമി വൽ ഹർസി നസീബ. അവർക്ക് അള്ളാഹു ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കാര്യസമ്പത്താകട്ടെ, കാർഷിക സമ്പത്താകട്ടെ, അതിൽ നിന്നൊരു വിഹിതം അവര് അള്ളാഹ്ക്ക് നിശ്ചയിക്കും, ഒരു വിഹിതം അവരുടെ പങ്കാളികൾക്കും നിശ്ചയിക്കും. അവരുടെ സമ്പത്തിന്റെ ഒരു വിഹിതം ഇത് അള്ളാഹ്ക്കുള്ളത്, ഇത് അവരുടെ ഔലിയാക്കന്മാർക്കുള്ളത്. അള്ളാഹിനെ അവർ ഒഴിവാക്കിയ ആളുകളല്ല, അള്ളാഹിന്റെ കൂടെ മറ്റുള്ളവരെ വലിച്ചു കയറ്റിയവരാണ്. അതാണ് മുശ്രിക്ക് എന്ന് പറഞ്ഞ, അല്ലാണ്ട് അള്ളാഹിനെ നിഷേധിച്ചവരല്ല. എന്നിട്ട് അള്ളാഹ് ആയത്തിൽ തുടരുന്നത് ഫമാ കാന ലിശുറകാഇഹിം ഫലാ യസ്ലു ഇലല്ലാഹ്. ഇത് ഞങ്ങളുടെ ഔലിയാക്കന്മാർക്കാണ്, പങ്കാളികൾക്കാണ് എന്ന് പറഞ്ഞ് നീക്കിവെച്ചിട്ടുള്ള ആ വിഹിതം ഒരു കാരണവശാലും അള്ളാഹുവിലേക്ക് ചേരുന്നതല്ല, അള്ളാഹ്ക്ക് കൊടുക്കൂല. എന്നാൽ അള്ളാഹുവിന് എന്ന് പറഞ്ഞ് നീക്കി വെച്ചിട്ടുള്ള വിഹിതം അത് പലപ്പോഴും ഔലിയാക്കന്മാർക്ക് കൊടുത്തു എന്നും വരും. സഅമായഹ്കുമൂൻ. അവരുടെ വിധി എത്ര മോശം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം സക്കാത്തുണ്ട്, നോമ്പുണ്ട്, നിസ്കാരമുണ്ട്. ഹജ്ജോ? ഹജ്ജ് ഉണ്ടായിരുന്നില്ലേ? ഹജ്ജ് ഉണ്ടായിരുന്നു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ കാലം മുതലേ തുടർന്നു പോരുന്നതാണ്. ഹജ്ജ് മാത്രമല്ല, ഹജ്ജിന്റെ സന്ദർഭത്തിൽ അവർ തെൽബിയത്ത് വരെ ചെല്ലുമായിരുന്നു. അവരുടെ തെൽബിയത്ത് അത് ബുഖാരി റിവായത്ത് ചെയ്തിട്ടുണ്ട്. ബുഖാരി പറയുന്നത് അവര് തെൽബിയത്ത് ചൊല്ലാറുണ്ടായിരുന്നത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അത്രയും റസൂലുള്ള പഠിപ്പിച്ച അതേ തെൽബിയത്ത് അത് തന്നെയാണ്. ലബ്ബൈക് അല്ലാഹും ലബ്ബൈക്.
അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ, നീ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് അതിൽ നിലയുറപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ലാ ശരീക ലക ലബ്ബൈക്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അത് ആവർത്തിച്ചിട്ട് പറയുന്നു, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരനുമില്ല എന്ന് പറയുന്നു. എന്നിട്ട് അത്രയും അവർ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ അവിടെ കഅബയുടെ പരിസരത്ത് പോയി നിൽക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഹജ്ജിന് വേണ്ടിയിട്ട് വിദൂര ദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളോട് സ്വകാര്യമായിട്ടും നബിക്ക് കഴിയുന്ന രൂപത്തിലും ദഅവത്ത് നടത്തുകയും ചെയ്യുമായിരുന്നു. നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും അല്ല, ഇതെല്ലാം തെറ്റാണ്, വിഗ്രഹാരാധന തെറ്റാണ്, ഏകനായ അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ എന്നുള്ള ദഅവത്ത് റസൂലുള്ളാഹി നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇവര് സംഘമായി വന്ന് തൽബിയത്ത് ചൊല്ലുമ്പോ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഖത്തിൻ മതി അവിടെ നിങ്ങൾ ബാക്കി പറയല്ലേ, ഇനി പറയണത് അബദ്ധാണ്. ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്, ഒരു പങ്കുകാരനൊഴിച്ച്, നിനക്കൊരു പങ്കുകാരൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പങ്കുകാരൻ അതിൽ നിന്ന് ഒഴിവാക്കും. ഹുവലക്, ആ പങ്കുകാരൻ നിനക്കുള്ളതാണ്. ആ പങ്കുകാരനെ നീ തന്നെ സെലക്ട് ചെയ്ത് നീ തന്നെ അംഗീകരിച്ച് കൂടെ നിർത്തിയിട്ടുള്ള പങ്കുകാരനാണ്. ആ പങ്കുകാരന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിലോ നിയന്ത്രിക്കുന്നതിലോ പരിപാലിക്കുന്നതിലോ സ്വന്തമായ വല്ല കഴിവുണ്ടോ? അവൻ സ്വയംഭൂവായി ഉണ്ടായതാണോ? അവന്റെ കഴിവുകൾ അവന് സ്വന്തമായിട്ടുള്ളതാണോ? അല്ല. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു, ആ പങ്കാളി നിന്റെ കീഴിൽ നിന്റെ ഉടമസ്ഥതയിലുള്ളവനാണ്. വമാ മലക്, ആ പങ്കാളിക്ക് എന്ത് കഴിവുണ്ടോ അതും നീ മാത്രം കൊടുത്തതാണ്. ആ പങ്കാളി നിന്റെ ഉടമസ്ഥതയിൽ നിന്റെ കീഴിലുള്ള നിന്റെ സൃഷ്ടിയായിട്ടുള്ള പങ്കാളിയാണ്. ആ പങ്കാളിയുടേതായി എന്ത് കഴിവുണ്ടോ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതൊക്കെയും നീയായിട്ട് കൊടുത്തവനാണ്. അപ്പൊ നീ സൃഷ്ടിക്കുകയും നീ കഴിവ് കൊടുക്കുകയും നീ ഒരു ശരീക്കായിട്ട് പങ്കാളിയായിട്ട് ഒരു ശുപാർശകനായിട്ട് അംഗീകരിച്ച് കൂടെ നിർത്തുകയും ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള പങ്കാളികളെ ഞങ്ങൾ സ്വീകരിക്കുന്നുള്ളൂ, അല്ലാതെ വേറെ പങ്കാളിനെ ഞങ്ങൾ സ്വീകരിക്കണില്ല. അപ്പൊ ലാത്ത അല്ലെങ്കിൽ ഉസ്സ അല്ലെങ്കിൽ മനാത്ത അല്ലെങ്കിൽ വദ് അല്ലെങ്കിൽ സുവാഴ് യഗൂത്ത് യഊഖ് നസ്ർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 300-ൽ ചില്ലാനും വിഗ്രഹങ്ങളാണ് കഅബയിൽ ഉണ്ടായിരുന്നത്. ഈ വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വിഗ്രഹം പോലും, ഒരു ശരീക്ക് പോലും സ്വയംഭൂവായി ഉണ്ടായവനാണെന്നോ അവനുള്ള കഴിവുകൾ അവന്റെ സ്വന്തമാണെന്നോ അവരെ ആരാധിച്ചിരുന്ന മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നില്ല. മറിച്ച് ഈ പങ്കാളികൾ മുഴുവനും തംലികുഹു വമാ മലക്, ആ പങ്കാളികളെ മുഴുവനും നീ ഉടമപ്പെടുത്തിയിരിക്കുന്നു, ആ പങ്കാളികൾക്കുള്ള മുഴുവൻ കഴിവുകളും നീ കൊടുത്തതുമാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. എക്സാക്ട് നമ്മളെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്ന പിന്നീട് പല കാരണങ്ങളാലും കാലക്രമത്തിൽ വ്യതിചലിച്ചു പോയിട്ടുള്ള ഈ പലപ്പോഴും വരുന്ന ഈ ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ഇന്ന് വെച്ച് പുലർത്തുന്ന അതേ വിശ്വാസം തന്നെയാണ്. അവർക്കുണ്ടായിരുന്നതും ഇവർക്കുണ്ടായിരുന്നതും ഒരേതാണ്. നമ്മൾ നേർക്കുനേരം അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹ് നമ്മളെ സ്വീകരിക്കൂല, അള്ളാഹ് നമ്മളെ കേൾക്കൂല, നമ്മൾ പാപികളാണ്. ഈ കൺസെപ്റ്റ് തിരുത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ആദ്യം തന്നെ ചെയ്തത്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച അല്ലല്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയില്ല എന്നുള്ളതാണ് അവരുടെ തെറ്റ്. അള്ളാഹിനെ കുറിച്ച് അവൻ റഹ്മാനാണെന്നോ റഹീമാണെന്നോ അവരൊരിക്കലും അംഗീകരിക്കുമായിരുന്നില്ല. അള്ളാഹ് എല്ലാ കാരുണ്യത്തിന്റെയും ഉടമയാണ്. അവൻ കാരുണ്യം അവന്റെ സൃഷ്ടികൾക്ക് കണക്കില്ലാതെ കൊടുക്കുന്നവനുമാണ്. റഹ്മാൻ എന്ന് പറഞ്ഞ ദുർറഹ്മത്തിൽ വാസിഅ, വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണ് അവൻ. റഹീം എന്ന് പറഞ്ഞാൽ ആ കാരുണ്യത്തിന്റെ ഉടമ മാത്രമല്ല, ദുർറഹ്മത്തിൽ വാസില, അവന്റെ ആ റഹ്മത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനാണ്. അവന്റെ സൃഷ്ടികൾക്ക് യഥേഷ്ടം കൊടുക്കുന്നവനാണ്. ആ റഹ്മാനായ അള്ളാഹിനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങളെ കേൾക്കാതിരിക്കുന്ന പ്രശ്നമല്ല. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. എന്റെ അടിയാറുകളോട് പറയും, എത്രമേൽ തെറ്റുകൾ ചെയ്തിട്ടുള്ള, കയ്യും കണക്കുമില്ലാതെ അറ്റമില്ലാതെ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു കൂട്ടിയിട്ടുള്ള എന്റെ അടിയാറുകളോട് പറയൂ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്,
അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച്, കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നവനാകുന്നു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനാണ്, അവൻ കരുണ ചെയ്യുന്നവനാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വേണ്ടി പറയുന്നുണ്ട്. യഗ്ഫിറു ദുനൂബ ജമീഅ. അതുകൊണ്ട് തന്നെ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കി, 114 അധ്യായം ഉണ്ടെങ്കിൽ 114 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുണ്ട്. സൂറത്തു ബറാഅയിൽ ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിലും സൂറത്തു നംലിൽ തുടക്കത്തിൽ ബിസ്മിണ്ട്, അതിന്റെ പുറമെ നടക്കലും ബിസ്മിണ്ട്. 114 114 ബിസ്മിണ്ട്. അതിന് പുറമെ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങിയപ്പോൾ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് കഴിഞ്ഞിട്ട് അർറഹ്മാനിർ റഹീം. ഈ റഹ്മത്തിനെ കുറിച്ച് പറയുന്ന, ഉണർത്തുന്ന വചനങ്ങളില്ലാത്തൊരു ഭാഗം ഖുർആനില്ല. ഖുർആനിന്റെ ആദ്യമെടുക്കൂ, മധ്യമെടുക്കൂ, അന്ത്യമെടുക്കൂ, ആദ്യ മധ്യാന്ത ഭാഗങ്ങൾ മുഴുക്ക റഹ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ച് പറയാത്ത ഒന്നുമില്ല. പക്ഷെ അത് ഖുറൈശികൾ അംഗീകരിക്കൂല. ഏറെക്കുറെ നമ്മളെ നാട്ടിലുള്ള ഖുറാഫികളും ഇത് അംഗീകരിക്കൂല. റഹ്മാനാണ്, റഹീമാണ്, അത് വാക്കുകൊണ്ട് ഉച്ചരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ അള്ളാഹ് റഹ്മാനാണെങ്കിൽ പിന്നെ എന്തിനാണ് അത്രയും കാരുണ്യവാനായ അള്ളാഹിനോട് പറയാൻ, അള്ളാഹിന്റെ മുന്നിൽ നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ ഒരിടയാളിന്റെ ആവശ്യം? അള്ളാഹ് പറഞ്ഞത് വഇദാ സഅലക ഇബാദി അന്നി, എന്റെ അടിയാറുകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. പറഞ്ഞേക്കൂ എന്ന് പോലും അള്ളാഹ് അവിടെ പറഞ്ഞിട്ടില്ല. ഖുൽ എന്നുള്ള വാക്ക് പോലും ഇല്ല. ഞാൻ സമീപസ്ഥനാണ്, അത്രയും അടുത്തു. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, ഒരാൾ എന്നെ വിളിക്കുന്നുവെങ്കിൽ ഞാൻ അവന്റെ വിളിക്കുത്തരം ചെയ്യും. ഫൽയസ്തജീബൂ ലി, എന്റെ ഈ ആഹ്വാനം അവർ ചെവിക്കൊള്ളട്ടെ. വൽയുഅ്മിനൂ ബി, ഞാൻ പറയുന്നത് വിശ്വസിക്കട്ടെ. ലഅല്ലഹും യർശുദൂൻ, എങ്കിലേ അവർക്ക് റുശ്ദ് കിട്ടുള്ളൂ. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ഞാൻ അവരോട് അവരുടെ ജീവനാടിയേക്കാളും അടുത്തവനല്ലേ. ജീവനാടിന്റെയും നമ്മളെ അടിയിൽ കൊണ്ടുപോയിട്ട് ഒരു മൊയ്തീൻ ഷേഖിനെ തിരികെ കയറ്റാൻ എവിടെ സ്ഥലം? അങ്ങനെ ഒരു മധ്യവർത്തിയെ എവിടെയും വെക്കാൻ സ്ഥലമല്ല. ഇതായിരുന്നു അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ. അവര് ഇങ്ങനെ വേറെ ചില ഇടയാളന്മാരെ, മധ്യവർത്തികളെ വെക്കും. പിന്നെ മധ്യവർത്തികളെ വിട്ടിട്ട് കുറച്ച് കഴിയുന്ന സമയത്ത് ഇവര് മധ്യവർത്തികളാണ് എന്നുള്ളത് പോലും മറക്കുമാറ് മുഴുവനും അവരോട് തന്നെ ആകുകയും ചെയ്യും. അങ്ങനെയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നെ മധ്യവർത്തി തന്നെയാകും എല്ലാ കാര്യം. എന്ത് വരികയാണെങ്കിലും ഷെയ്ഖും തങ്ങളും അങ്ങനെ ആയിപ്പോവും. അങ്ങനെയാണ് എല്ലാ കാര്യവും തുടങ്ങുക. ചെറിയോടത്തു നിന്നാണ് തുടങ്ങൽ. ചിലപ്പോൾ എന്താന്ന് ചോദിച്ചാൽ, മരുഭൂമിയിൽ നമ്മളെ വാഹനം നഷ്ടപ്പെടുന്ന നേരത്ത് അത് നമ്മളെ സഹായിക്കാനോ വയ്യ പറഞ്ഞു തരാനോ ഏതൊരു ജിന്ന് വരും എന്ന് കരുതിയിട്ട് യാ ഇബാദല്ലാഹ് നമ്മൾ വിളിക്കണമൊന്നുമില്ല. അങ്ങനെ വിളിച്ചാൽ അത് ഒരു ഉത്തരം ക്ലിയർ ഇല്ല. ചിലപ്പോൾ പറയും ശിർക്കാണ്, ചിലപ്പോൾ പറയും വസീലത്ത് ശിർക്കാണ്, ചിലപ്പോൾ പറയും ഹറാമാണ്, ചിലപ്പോൾ പറയും അനുവദനീയമാണ്, ചിലപ്പോൾ അത് ശിർക്കാവൂല, ചിലപ്പോൾ ഇമാം അഹമ്മദ് ചെയ്തിട്ടുണ്ട്, എന്താ ചെയ്യണതിന് തെറ്റ്. ഇത് കുറച്ച് കഴിയുന്ന സമയത്ത് പിശാച് ഇങ്ങനെ തന്നെ വരിക. ഏത് ബിദ്അത്തുകൾ ഇസ്ലാമിൽ തുടങ്ങിയത് നിങ്ങൾ നോക്കിക്കോളി, ആ ബിദ്അത്തുകളൊക്കെ തുടങ്ങുന്നത് ഇതേമാതിരി തന്നെയാണ്. എങ്ങനെയാ തുടങ്ങുക? അത് ഇമാം ബർബഹാരി പറഞ്ഞതുപോലെ സ്വഗീറൻ, വളരെ ചെറിയ ഒരു സംശയമായിട്ടാണ് തുടങ്ങുക. ഹത്താ യക്ബുർ, അത് പിന്നെയാണ് വലുതായിട്ട് അത് ആനയോളം അങ്ങ് വലുതാകുകയാണ് ചെയ്യുക. കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനം ഇപ്പൊ എന്തായെന്ന് ചോദിച്ചാൽ അതിൽ വലിയൊരു വിഭാഗം അങ്ങനെ നമ്മൾക്കൊരാവശ്യം വരുന്ന നേരത്ത് നമ്മളെ മനസ്സ് ജിന്നിലേക്ക് തിരിയണതിനൊരു കുഴപ്പമില്ല എന്നുള്ള അർത്ഥം. നമ്മൾ ജിന്നിനോട് തിരിയുമ്പോൾ ജിന്ന് സ്വയംഭൂവായി ഉണ്ടായതാന്ന് നമുക്ക് വിശ്വാസമില്ലല്ലോ. ജിന്ന് അഭൗതികനാണ് എന്ന് നമ്മൾ വിശ്വസിക്കണില്ലല്ലോ. അഭൗതികനായ ജിന്നിനോട് ചോദിക്കുമ്പോഴേ എന്താകുള്ളൂ? ശിർക്കാകുള്ളൂ. അത് ഭൗതികനാണ്, ഒരു പ്രശ്നമല്ല. അത് ആ ജിന്നിൻ ഭൗതികനാണ് എന്ന് വിശ്വസിക്കുകയും ജിന്നിന്റെ കഴിവിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ കരുതുകയും ചെയ്താൽ പിന്നെ ഒക്കെ കുശാലായി, ഒരു കുഴപ്പമില്ല. ഇതന്നെയാണ് സമസ്തക്കാര് പറഞ്ഞത്, ഇതാണ് കാന്തപുരത്തിന്റെ ആൾക്കാർ പറയണത്. സ്വമതീയത്ത് ആരോപിക്കരുത് എന്ന് മാത്രമുള്ളൂ, വാക്ക് എന്തും ചെയ്യാം. സ്വയംഭൂവായുള്ളവനാണ് എന്നും കഴിവുകൾ സ്വന്തമാണ് എന്നും ഏതൊരുത്തനെ കുറിച്ച് നിങ്ങൾ കരുതുന്നുവോ അപ്പോൾ അത് സ്വമതീയത്ത് ആരോപിക്കുന്നു. അതില്ല, അത് സ്വയംഭൂവായി ഉണ്ടായതല്ല, സ്വന്തം കഴിവുള്ളതല്ല, അള്ളാഹ് കൊടുത്തതാന്ന് കരുതുകയാണെങ്കിൽ അത് ഇസ്തിഗാസ മാത്രമാണ്, അത് തവസ്സുൽ മാത്രമാണ്. അതിനെന്താ തെറ്റ്?
ഈ സ്വമതീയത്ത് എന്നുള്ളതിന് പകരം ഇപ്പുറത്ത് ഉത്തരിക്കുന്ന ആൾക്കാർ ഭൗതിക അഭൗതികം എന്ന് പറയും. വേറെന്താ വ്യത്യാസം? അഭൗതികമാണ് എന്ന് നിങ്ങൾ കരുതരുത്. ജിന്ന് അഭൗതികനല്ല, ജിന്ന് ഭൗതികനാണ്. അതെന്നെ ഒരു വിഡിത്താണ്. ഭൗതിക അഭൗതികം എന്നുള്ള ഇത്തരം പദപ്രയോഗങ്ങൾ ഈ വിഷയത്തിൽ അത് മലയാള ഭാഷയിൽ വേറെ ചിലര് പിന്നീട് ഉണ്ടാക്കിയെന്നല്ലാണ്ട് ദീനിന്റെ പുസ്തകത്തിലൊന്നും അങ്ങനെ ഒരു സംഭവമല്ല. നിങ്ങൾ അറബിയിൽ ദീന് പഠിക്കുമ്പോൾ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓതി നോക്കിയാലും അവിടെ ഒന്നും ഭൗതിക അഭൗതികം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തന്നെ അല്ല. അത് മലയാളത്തില് വേറെന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് മലയാളത്തിൽ ഇസ്ലാമിനെ കുറിച്ച് വിശദീകരിച്ച ആളുകൾ ഇടക്കാലത്ത് പറഞ്ഞുണ്ടാക്കിയ ഒരു വാക്കാണ്. ആ വാക്ക് പിന്നീട് ഇതേമാതിരി തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ചു എന്ന് മാത്രം. അങ്ങനെ ജിന്ന് ഭൗതികനാണ് എന്ന ആദ്യങ്ങൾ അങ്ങനെ ഒരു സങ്കല്പം കൊണ്ടുവരിക. എന്നിട്ട് ജിന്നിന്റെ കഴിവ് അള്ള കൊടുത്തതാണെന്ന് കരുതിയിട്ട് ജിന്നിനോട് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു കുഴപ്പമില്ല. മൊയ്തീൻ ഷേഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൗതികനാന്ന് വിശ്വസിക്കണ്ട, അഭൗതികനാന്ന് വിശ്വസിക്കണ്ട, ഭൗതികനാണെന്ന് വിശ്വസിച്ചോളി. മൊയ്തീൻ ഷേഖിന്റെ കഴിവ് അള്ള കൊടുത്തതാണ്. അതന്നെയാണ് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ സാധാരണ ഖുറാഫികളൊക്കെ പറയുന്നത്. അത് അതിനേക്കാളും കുറച്ചും കൂടി അപകടമാണ് ജിന്നിന്റെ കാര്യം, അതിനേക്കാളും അപകടമാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ പുറമെ ഇലാഹ് നമുക്കെന്തെങ്കിലും ഒരു ആവശ്യം നേരിട്ടാൽ നമ്മുടെ മനസ്സ് നേർക്കുനേരെ പോകുന്നത് അള്ളാഹുവിലേക്ക് പോകേണ്ടതിന് പകരം അള്ളാഹുവിന്റെ കൂടെ മറ്റാരെങ്കിലും കൂടി വെക്കുന്നു. അള്ളാഹിനോട് ചോദിക്കുന്നു, അതേ സമയത്ത് ഇതേമാതിരി ചോദിക്കുന്നു. നമ്മൾ പുഴയിൽ വീണാൽ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ, നമ്മൾ അതുപോലെ തന്നെ മരുഭൂമിയിൽ അകപ്പെട്ടാൽ ജിന്നെ വഴി കാട്ടണേ എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹ് എന്ന് തിരിയേണ്ടതിന് പകരം ജിന്നിലേക്ക് കൂടി ആ ജിന്നിന് അള്ളാഹ് കൊടുത്ത കഴിവന്നെ ശരി. പക്ഷെ ജിന്നിനോട് ചോദിക്കാനൊരു നിവൃത്തിയില്ല. ചോദ്യവും സഹായത്തെക്കുറിച്ച് ഇപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള അതിന്റെ അർത്ഥം. അവർ കുറെ കാലം 70 വർഷം തൗഹീദ് പ്രചരിപ്പിച്ചു, അത് സത്യമാണ്. ആ തൗഹീദ് എന്ന് പറഞ്ഞപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദിന്റെ ഒരു കാമ്പ് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൗതിക അഭൗതികം എന്ന് പറഞ്ഞാണ്ട് അയിമ കളിച്ചു നിന്നതാണ് അവർക്ക് പറ്റിയിട്ടുള്ള ഒരു ആപത്ത്. ഏത് ഭൗതികമാണെങ്കിലും ഏത് അഭൗതികമാണെങ്കിലും ഏത് തരം വിഷയമാണെങ്കിലും നമുക്ക് എന്തൊരു വിഷയം വന്നാലും നമ്മൾ ഭൗതികം തെരഞ്ഞു പോകാനും അഭൗതികം വേർതിരിക്കാനും അല്ല നിൽക്കേണ്ടത്, നേരെ അള്ളാഹുവിലേക്ക് തിരിയണം. നടന്നു പോകുമ്പോ നമ്മുടെ ചെരുപ്പിന്റെ വാറാൻ പൊട്ടുകയാണ്. ചെരുപ്പ് ഭൗതികമാണ്, ചെരുപ്പിന്റെ വാറ് ഭൗതികമാണ്. ആ പൊട്ടിയത് തുന്നുന്ന ചെരുപ്പ് കുത്തി ഭൗതികനാണ്. ചെരുപ്പ് കുത്തി അത് തുന്നാൻ ഉപയോഗിക്കുന്ന ഉളി ഭൗതികമാണ്. അതിനുപയോഗിക്കുന്ന നൂല് ഭൗതികമാണ്. അതുകൊണ്ട് ഭൗതികനായ ആ ചെരുപ്പ് കുത്തിയേ എന്നല്ല മനസ്സിൽ വരേണ്ടത്. ആ സമയത്ത് ഒരു മനുഷ്യൻ തന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അവൻ അള്ളാഹുവിലേക്കാണ് അവന്റെ മനസ്സ് തിരിയേണ്ടത്. അവൻ അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവെ, ഞാൻ ബുദ്ധിമുട്ടിയാലോ, ഇതൊന്ന് പരിഹരിക്കണേ. എങ്കിൽ അള്ളാഹ് നമുക്കൊരു ചെരുപ്പ് കുത്തിനെ ഇങ്ങോട്ട് ഏർപ്പാടാക്കി തരും. ഫഇന്നഹു ഇല്ലം യുയസ്സിരില്ലാ ലം യതയസ്സർ. അങ്ങനെ അള്ളാഹ് നിങ്ങൾക്ക് അത് എളുപ്പം ആക്കി തന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ മൂക്കിന്റെ താഴെ ഉണ്ടാവും, പക്ഷെ കാണൂല. മൂക്കൊണ്ട് നിങ്ങൾ കാണൂല, ആ ചെരുപ്പത്തിനെ കാണൂല. നിങ്ങൾ വേറെ ചെരുപ്പത്തിനെ നോക്കി ഇങ്ങനെ നടന്ന് കാല് തെയ്യല്ലാതെ കാല് മുറിയാകല്ലാണ്ട് ചെരുപ്പത്തിനെ കിട്ടൂല. ഇല്ല യുയസ്സിരില്ല ലം യതയസ്സർ. അതുകൊണ്ട് ഏത് ചെറുതിലും വലുതിലും ഭൗതികത്തിലും അഭൗതികത്തിലും ഒക്കെ മനസ്സ് തിരിയേണ്ടത് അള്ളാഹുവിനേക്കാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യന്റെ മുഴുവൻ ഡിസ്കോഴ്സുകളും അത് അടിസ്ഥാനമാക്കുന്നത് ഈ ചർച്ചയാണ്. ഇവരൊക്കെ കുറെ ഷെയ്ഖുൽ ഇസ്ലാം ഇപ്പത്തെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദലാലത്തും എല്ലാ ജഹാലത്തും അയിന് കൂട്ടി ഉച്ചരിച്ചിട്ടാണ് പറയാ. അങ്ങനെ അയിനൊക്കെ നന്നായിട്ടുണ്ട് മൊഴിയും. അതുപോലെ തന്നെ ഖുതുബത്തുൽ ഹാജ ഭംഗിയായിട്ട് പറയും. അതുപോലെ തന്നെ അവര് വലിയ ഇതുപോലുള്ള കുറെ ഇത്തരത്തിലുള്ള ജാടകളൊക്കെ വെച്ചിക്കും. പക്ഷെ അതിലുണ്ടാകേണ്ട കാമ്പ് മാത്രം ഉണ്ടാവില്ല. കാമ്പ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാന്റെ സൃഷ്ടി, അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ കാര്യവും അള്ളാഹുവിലേക്ക്, അത് ഭൗതികാണെങ്കിലും അഭൗതികാണെങ്കിലും. ഭൗതികമാകുമ്പോൾ അതിനുള്ള കാര്യം, നമുക്ക് കിട്ടേണ്ട കാര്യത്തിന്റെ കാരണം എന്ത് എന്നുള്ളത് അള്ളാഹ് അറിയിച്ചു തന്നിട്ടുണ്ടാവും, നമുക്ക് മനസ്സിലാകുന്നു മാത്രം. അഭൗതികാണെങ്കിൽ പലപ്പോഴും അതിന്റെ കാരണം എന്ത് എന്ന് നമുക്കറിയില്ല, അള്ളാഹ് അറിയിച്ചു തന്നിട്ടില്ല. അത് നമ്മൾ അള്ളാഹിനോട് അങ്ങനെ ചോദിക്കുന്നു, അത് ഇങ്ങനെ ചോദിക്കുന്നു. രണ്ടും ചോദിക്കുന്ന അള്ളാഹിനോട് തന്നെ, രണ്ടും സൗകര്യപ്പെടുത്തുന്ന അള്ളാഹ് തന്നെയാണ്. ഈ ഭൗതിക അഭൗതികം നമ്മുടെ തൗഹീദിനെ ബാധിക്കേണ്ട ഒരു വിഷയമല്ല. ഇതും പറഞ്ഞിട്ടാണ് ഇന്ന് ആളുകളെ മുഴുവനും തെറ്റിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ജിന്നിനോട് ചോദിച്ചാൽ എന്താ, ഒരു കുഴപ്പമില്ല.
ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. തൗഹീദ് നഷ്ടപ്പെടും എന്നുള്ളത് മാത്രമേ ഇതിന് കുഴപ്പമുള്ളൂ. വേറെ അത് അച്ഛന് ഒരു കുഴപ്പവും സംഭവിച്ചില്ല, തല പോയിട്ടുണ്ട്, അച്ഛന്റെ തല കാണാനല്ല, വേറെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അതേമാതിരിത്തെ അവസ്ഥയാണ് നമ്മുടെ സ്ഥിതി. അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹിന്റെ കൂടെ വേറെ ഇലാഹുകളെ വെച്ചു. അങ്ങനെയുള്ളവരാണ് അവര്. അങ്ങനെയുള്ള കഫാറുകളെ നിങ്ങൾ കൊണ്ടുപോയി എറിയണം നരകത്തിൽ. അള്ളാഹു അവന്റെ നടപടി തുടങ്ങാണ്. അൽഖിയാ ഫീ ജഹന്നം കുല്ല കഫാരിൻ, ആ കഫാറിന്റെ സ്വഭാവം അനീദ്, അവൻ അനീതാണ്, മത്സരബുദ്ധി കാണിക്കുന്നവനാണ്, മന്നാഇൻ ലിൽ ഖൈറാണ്, മുഅ്തദാണ്, മുരീബാണ്. അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ. ഇങ്ങനെയുള്ള കഫാറുകളുടെ പ്രത്യേകത, അവര് അള്ളാഹുവിലേക്ക് എല്ലാറ്റിനും, ചെറുതിനും വലുതിനും ഭൗതികത്തിനും അഭൗതികത്തിനും മുഴുകാര്യങ്ങളിലേക്കും അള്ളാഹുവിലേക്ക് തിരിയേണ്ടതിന് പകരം മറ്റുള്ളവരിലേക്ക് കൂടി അവർ തിരിയുന്നു. നമ്മളൊരു കാരണം അല്ലാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ആ കാരണത്തെ നമ്മൾ ആശ്രയിക്കുന്നതിന് പോലും പരിധിയുണ്ട്. ഇൽത്തിഫാത്ത് പാടില്ല, എഴുത്തിമാത് പാടില്ല എന്നാ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വാക്ക്. ദൂനൽ ഇൽത്തിഫാത്തി വൽ ഇഅ്തിമാദ്. ആ രണ്ട് വാക്കെന്താ? ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം വരുമ്പോൾ നേരെ ഇക്കല്ല തിരിയേണ്ടത്, കാരണത്തിക്കല്ല തിരിയേണ്ടത്. കാരണത്തിന് ചെറിയ പങ്കുള്ളൂ, മറിച്ചൊരാവശ്യം വന്നു കഴിഞ്ഞാൽ നേരെ അള്ളാഹുവിലേക്ക്. അത് ഭൗതികാകട്ടെ അഭൗതികാകട്ടെ. എഴുത്തിമാതും പാടില്ല. എഴുത്തിമാത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹിനെയാണ് ആശ്രയിക്കുന്നത്, അവലംബിക്കുന്നത്. ആശ്രയങ്ങളും അവലംബങ്ങളും കാരണങ്ങളിൽ ആശ്രയിക്കാനും അവലംബിക്കാനും പാടില്ല. അതിന് വെറും ഉപകരണപരമായ ഒരു പങ്ക് മാത്രമേ വകവെച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഉപകരണപരമായ ഒരു പങ്ക് മാത്രമേ വകവെച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഉദാഹരണം പറയാം. ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് കിട്ടേണ്ടത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം നമ്മുടെ ലാൻഡിന്. പൊസഷൻ സർട്ടിഫിക്കറ്റ് എഴുതി തരേണ്ടത് വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസറാണ് എഴുതി തരേണ്ടത്. അതുകൊണ്ട് നമ്മൾ വില്ലേജ് ഓഫീസറിൽ ആശ്രയിക്കുകയോ അവലംബിക്കുകയോ ചെയ്യാൻ പാടില്ല. ഈ കാര്യം വരുമ്പോൾ നേരെ വില്ലേജ് ഓഫീസറിലേക്ക് നേരെ മനസ്സ് പോകാനും പാടില്ല. റബ്ബേ, എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ടല്ലോ, നീ നിറവേറ്റി തരണേ, നേരെ അവിടേക്കാണ് പോകേണ്ടത്. അത് നിറവേറ്റി തരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചിട്ട് അതിന് അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള ഒരു കാരണമുണ്ട്, ഒരു സാമഗ്രി ഉണ്ട്, ഒരു ടൂളുണ്ട്. അത് വില്ലേജ് ഓഫീസിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, അയാളുടെ അടുക്കലേക്ക് പോകുന്നു, അയാളോട് പറയുന്നു. അല്ലാണ്ട് അയാളിലേക്ക് തിരിയുന്നില്ല, അയാളെ എഴുത്തിമാത് നടത്തുന്നില്ല, ആശ്രയിക്കുന്നില്ല, അവലംബിക്കുന്നില്ല. മനസ്സ് തിരിയുന്നത് നേർക്ക് അള്ളാഹുവിലേക്ക്, ഭൗതികാണെങ്കിലും അഭൗതികാണെങ്കിലും നേരെ അള്ളാഹുവിലേക്ക്. അഥവാ തന്നില്ലാന്ന് വിചാരിക്കുക, വേറെ എന്തെങ്കിലും ഉടക്ക് വെച്ചു എന്ന് വിചാരിച്ചാൽ ഈ കാരണത്തെ നമ്മൾക്കൊരു അയാൾ എന്നുള്ളതല്ല, മോളിന്ന് തീരുമാനം വരാത്തോണ്ടാ. മോളിന്ന് തീരുമാനം വന്നാൽ അള്ളാഹിനോട് ഞാൻ ചോദിച്ചു, അള്ളാഹ് സ്വീകരിച്ചു. മോളിന്ന് തീരുമാനം വന്നാൽ അവൻ ഏതൊരുത്തനാവട്ടെ, അവന്റെ തീരുമാനത്തിന്, അവന്റെ താല്പര്യത്തിന് എതിരിൽ അവന്റെ കൈയോട്ട് ഒപ്പിടിച്ചു വായിക്കൊണ്ടാൽ നമുക്ക് പറ്റും. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, സാധാരണഗതിയിൽ അയാളെ നമുക്ക് തരണ്ടല്ല, പക്ഷെ ചിലപ്പോൾ നമ്മൾ ചെന്നാൽ അയാളെ അടുക്കൽ നമ്മൾ പിടിച്ചു പറിച്ച മാതിരി അത് പിടിച്ചു പറിച്ച് വാങ്ങിപ്പോരും. അതെന്തുകൊണ്ടാ? മോളിൽ നിന്ന് അള്ളാഹിന്റെ കൽപ്പന വരുന്നതുകൊണ്ടാ. അതുകൊണ്ട് ഭൗതികമാണ്. അതുകൊണ്ട് ഇതിന് അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഭൗതികം എന്നുള്ളത് അത് നദ്വത്തുൽ മുജാഹിദീന്റെ ആൾക്കാർ വഴി തെറ്റാനുണ്ടായ ഒരു കാരണം മാത്രമാണ്. പിശാചോരോന്ന് കയറി പിടിക്കണ ഈ പെട്ടതാണ്. അപ്പൊ ഈ ഭൗതികത്തുമ്പോൾ ആ കാര്യമായിട്ട് പിടിക്കണേ തൗഹീദിന്റെ കബ്ദുൽ ഹഖീഖ, അതിന്റെ അകക്കാമ്പ് അവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ ഭൗതികം കൊണ്ട് തൗഹീദിന്റെ റൂഹ്, അതിന്റെ ആത്മാവ്, അതിന്റെ ചൈതന്യം ഇവർക്ക് നഷ്ടപ്പെട്ടു. ഇതും പറഞ്ഞിട്ടാണ് ഇല്ലാ ശരീക്കൻ ഹുവലക്ക തംലിക്കുഹു വമാമലക്ക് എന്ന് പറഞ്ഞിട്ടാണ് മക്കാ മുശ്രിക്കീങ്ങൾ വഴിതെറ്റിയതെങ്കിൽ ഭൗതികം എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന വിസ്ഡം എന്ന് പറയുന്ന സാധനം കൂടുള്ളവരും ഒരൊറ്റ മൂല്യറയിൽ ഉണ്ടായതാണ്. ഏക കാരണം. തുടങ്ങിവെച്ചത് സക്കരിയ സലാഹിയാണ്. പിന്നെ അങ്ങനെ ഒരു ദലാലത്ത് തുടങ്ങിവെച്ചാൽ ഏറ്റുപിടിക്കാൻ 150 ആളുണ്ടാവും. പിന്നെ അതിന് ഏറ്റവും അധികം ഏറ്റുപിടിച്ചത് ഇത്തരത്തിലുള്ള ഈ ശിർക്കൻ വിശ്വാസങ്ങൾ കഴുകി വൃത്തിയാക്കാൻ കളയാതെ നേരെ കെട്ട് കയറി വന്നൊരു മുസ്ലിയാര് അത് ഏറ്റുപിടിച്ചു. അയാൾക്ക് വേണ്ടിയിട്ട് പരവതാനി വിരിച്ചു കൊടുത്തു വലിയ മദനിമാര്. അർപ്പൂർ കുഞ്ഞോമത് മദനി, PN അബ്ദുൽ ലത്തീഫ് മദനി എന്നൊക്കെ പറയുന്ന വലിയ മദനിമാര് ആ മൊയ്ലിയാർക്ക് പരവതാനി വിരിച്ചു കൊടുത്തു. അതോട് കൂടിയിട്ട് വലിയൊരു ജനവിഭാഗം ഈ പറയുന്ന ഭൗതികം എന്ന് പറഞ്ഞിട്ട് അവര് ഇതിനെ നേരെ ശിർക്കൻ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയി. അതാണ് ഇപ്പോൾ കാര്യം ഉണ്ടായത്. ഇത് ചെറിയൊരു വിഷയമായിട്ട് നിങ്ങൾ കാണേണ്ട വലിയ കാര്യമാണ്.
ചെറുതല്ലത്, ഏറ്റവും ഗൗരവതരമായ കാര്യമാണ്. അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ. അതുകൊണ്ട് അള്ളാഹു പറയുന്നു ഫഅൽഖിയാഹു ഫിൽ അദാബി ശദീദ്. സബബിയത്താണ്. അതിനാൽ നേരത്തെ പറഞ്ഞ ഈ 5 വിശേഷണങ്ങൾ അവരിൽ ഉള്ളതിനാൽ, അനീത്, മന്നാഇ ലിൽ ഖൈർ, മുഅ്തദ്, മുരീബ്, ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ, ഇത്തരം കാര്യങ്ങൾ അവരിൽ ഉള്ളതിനാൽ, അതുകൊണ്ട് ആ കാരണത്തിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫാ കൊടുത്തത്. അൽഖായുൽഖി, കൊണ്ടുപോയിട്ട് എറിഞ്ഞു, ഇട്ടു, ഇൽഖാ നടത്തി, എറിഞ്ഞു. അതിന്റെ അമ്രാണ് അൽഖി. അഫ്അല വസനിന്റെ അമ്ര അഫ്ഇൽ, അൽഖി. അതിന്റെ തസ്നിയ രൂപമാണ് സ്വീഖത്തു തസ്നിയ, മുസന്നയാണ് അൽഖി, അൽഖിയ. ഹു, അവനെ, അത് മഫ്ഊലു ബിഹിയാണ്. അൽഖിയ, നിങ്ങൾ 2 പേരെന്ന് പറഞ്ഞാൽ ആ 2 പേർ ആരാണ്? അത് 2 രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഈ 2 പേര്, നിങ്ങൾ 2 പേരും എറിയൂ എന്ന് പറയുന്ന മുഖാത്തബത്ത്, ഒന്ന് സായിഖ്, മറ്റൊന്ന് ഷഹീദ്. സായിഖിലേക്കും ഷഹീദിലേക്കുമാണ് പോണത്. അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. സായിഖും ഷഹീദ് വജാഅത്ത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വ ഷഹീദ്. പഠിച്ചതൊന്നും മറന്നാല് ഇതൊന്നും ദമീർ മടക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് പഠിച്ചതൊന്നും മറക്കരുത് എന്ന് പറയുന്നത്. ഇതിന്റെ മുമ്പ് നമ്മൾ വായിച്ചു പോകുന്നത് മനസ്സിലുണ്ടെങ്കിൽ, വജാഅത്ത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വ ഷഹീദ്, ഓരോ മനുഷ്യാത്മാവും അവിടെ വരുമ്പോ അതിന്റെ കൂടെ ഒരു സായിഖും ഷഹീദും ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ സായിഖ് ഒരു മലക്കാണ്, ഷഹീദ് വേറൊരു മലക്കാണ്. ആ സായിഖ് അവനെ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കി അവന്റെ കർമ്മങ്ങളുടെ രേഖകൾ സഹിതം ഹാജരാക്കുന്നു. അവൻ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരു മലക്ക് ഷഹീദായിട്ട് വേറെയുണ്ട്. ഈ അപ്പോ കൊണ്ടുവന്ന ഹാജരാക്കിയ മലക്കും അതിന് സാക്ഷ്യം വഹിച്ച അവന്റെ കർമ്മങ്ങൾക്ക് അവനെതിരിൽ സാക്ഷി നിന്നിട്ടുള്ള മലക്കും അവരോട് പറയുന്നു, ഇവൻ ഇത്തരക്കാരനാണ്, അവൻ കഫാറ, ആ കാഫിറാണ്, അനീദ്, മന്നാഇ ലിൽ ഖൈർ, മുഅ്തദിൻ, മുരീബ്, അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ. അതുകൊണ്ട് തന്നെ അൽഖിയ, നിങ്ങൾ 2 പേരോട് കൊണ്ടുപോയിട്ട് എറിഞ്ഞേക്കൂ, ഹു, ആ മനുഷ്യനെ, ഫിൽ അദാബി ശദീദ്, അദാബ് ശദീദിലേക്ക് കൊണ്ട് എറിഞ്ഞേക്കും. അദാബ് ശിക്ഷ, ശദീദ് എന്ന് പറഞ്ഞാൽ കഠോരമായ നരകശിക്ഷയിലേക്ക് അവനെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോയിട്ട് എറിഞ്ഞേക്കും. ഇനി അതിന് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ, ഐ അഥവാ അബദ, ഇബാദത്ത് ചെയ്തിരിക്കുന്നു, അവൻ ആരാധന ചെയ്തിരിക്കുന്നു. ആരാധന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെളുക്കത്തിച്ചിങ്ങാണ്ട് ഇങ്ങനെ പൂജിച്ചുത്തിരിക്കണം എന്ന് തന്നെയൊന്നുമില്ല. ആരാധന എന്ന് പറയുന്നത് അതിന്റെ ആത്മാവെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മനോനിലയാണ്. തന്റെ എന്ത് ആവശ്യങ്ങൾ വരുമ്പോഴും ഏതൊരുത്തനിലേക്ക് നമ്മൾ തിരിയുന്നുവോ, വിഹുലമായ ഒരു മനസ്സ് ഏതൊന്നിലേക്കാണോ തിരിയുന്നത്, ആ തിരിയുന്ന മനസ്സിന്റെ ഭാവമാണ് യഥാർത്ഥത്തിൽ ആരാധന. അതാണ് ആരാധന. അതുകൊണ്ട് തന്നെ അബദ, അവൻ ഇബാദത്ത് ചെയ്തിരിക്കുന്നു. മഅഹു, മഅല്ലാഹു എന്ന ദമീർ മടങ്ങുന്നത് ഇലാ ലഫ്ദുൽ ജലാൽ, അല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ. ഗൈറഹു, അല്ലാഹ് അല്ലാത്തവരെ, ഗൈർ അല്ലാത്ത, ഹു അവനല്ലാത്ത, അവൻ തന്നെ അല്ലാഹ്, അല്ലാഹ് അല്ലാത്തവരെ അള്ളാന്റെ കൂടെ ആരാധിച്ചിട്ടുള്ള ആളുകൾ, അവരാണ് അല്ലദീ ജഅല മഅല്ലാഹ് എന്ന് പറയുന്നത്. അള്ളാഹുവിന് പുറമെ ഇലാഹിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അബദ മഅഹു ഗൈറഹു, അള്ളാഹിന്റെ കൂടെ മറ്റുള്ള വ്യാജ ദൈവങ്ങളെ, കള്ള ദൈവങ്ങളെ ആരാധിച്ചവരാണ്. അവരെന്ന് പറഞ്ഞാൽ മിമ്മൻ, ഒരുത്തരിൽപ്പെട്ടവരാണ്. ലാ യംലികു ലിനഫ്സിഹി നഫ്അൻ വലാ ദുർറൻ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. അവരുടെ കാര്യം മഹാപോക്കാണ്. അവരെന്ന് പറഞ്ഞാൽ ലാ യംലികു, അവര് അള്ളാഹ്ക്ക് പുറമെ ആരാധിച്ചു, ഇലാഹായി സ്വീകരിച്ചു എന്ന് പറയുന്ന ഇലാഹുകൾ, വ്യാജദൈവങ്ങൾ, ലാ യംലിക്, അവരുടമപ്പെടുത്തുന്നില്ല, ലിനഫ്സിഹി, അവന്റെ സ്വന്തം കാര്യത്തിന്. ഇവന് ചെയ്തു കൊടുക്കുന്ന കാര്യം പോകട്ടെ, അവന്റെ കാര്യത്തിന്. അവർ ഇലാഹായി സ്വീകരിച്ചിട്ടുള്ള ആ ഇലാഹിന്റെ കാര്യം നിങ്ങൾ എടുത്തു നോക്കൂ. ആ ഇലാഹിന് അവന്റെ കാര്യത്തിൽ അവൻ ഉടമപ്പെടുത്തുന്നില്ല നഫ്അൻ, ഒരു ഉപകാരം ചെയ്യാനുള്ള കഴിവും ഒരു ഉപകാരവും, വലാ ദുർറൻ, ഒരു ഉപദ്രവവും ഉപകാരമോ അപകാരമോ അവൻ എന്ത് ചെയ്യുന്നില്ല, ഉടമപ്പെടുത്തുന്നില്ല.
വലാ മൗതൻ വലാ ഹയാത്തൻ. ഇവരാരാധിക്കുന്ന ഈ വ്യാജദൈവങ്ങൾ അവര് എപ്പോ ചാകും, അല്ലെങ്കിൽ അവര് എപ്പോ ജീവിക്കും, അവരുടെ ജീവിതം, അവരുടെ മരണം പോലും അവരുടെ കയ്യിലല്ല. വലാ നുശൂറ, അല്ലെങ്കിൽ അവരെപ്പോൾ പുനരുത്ഥാനത്തിന് വിധേയമാകും അതവർക്കറിയില്ല. ജീവിതമാകട്ടെ, മരണമാകട്ടെ, ജനനമാകട്ടെ, മരണമാകട്ടെ, പുനരുത്ഥാനമാകട്ടെ, അല്ലെങ്കിൽ ഉപകാരമാകട്ടെ, അപകാരമാകട്ടെ, ഒന്നുമേ സ്വന്തം ഉടമസ്ഥതയിലില്ലാത്ത ഒരു സാധാ സൃഷ്ടി. ആ സൃഷ്ടിയെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ കൂടെ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന, ആൾ ദൈവങ്ങളെ ആരാധിക്കുന്ന, സൃഷ്ടികളെ ആരാധിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു അടിക്കടി ഉണർത്തുന്ന ഒരു പ്രശ്നമാണ് അവരിലായംലിക്കൂൻ, ഒന്നും ചെയ്യൂല. ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബ് യർജൂന റഹ്മതഹു വയഖാഫൂന അദാബ ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. ഇവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ഇവര് മധ്യസ്ഥന്മാരായിട്ടോ അല്ലെങ്കിൽ നേർക്കുനേരെയോ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുണ്ടല്ലോ, അവരെ കാര്യം അവരിൽ ഏറ്റവും നല്ല ആള് തന്നെ അള്ളാന്റെ അടുക്കൽ അവന്റെ കാര്യം കഴിച്ചിലായി കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാന്റെ അടുക്കലേക്ക് അള്ള പറഞ്ഞിട്ടുള്ള, നിശ്ചയിച്ചിട്ടുള്ള വസീലകൾ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാ ഖുർആനിൽ പറയുന്നത്. അവര് തന്നെ അവരുടെ കാര്യത്തിൽ ബേജാറില്ല, പിന്നല്ല ഇവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ളഅഫത്വാലിബു വൽ മത്ലൂബ്, ഈ ചോദിക്കുന്ന ആളുകൾ എത്ര കണ്ട് ദുർബലരാണോ അത്ര കണ്ട് ദുർബലരാണ് ഈ ചോദിക്കപ്പെടുന്ന, അവര് ദൈവം എന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്ന ഇവരുടെ ഇലാഹുകൾ. അവരുടെ ഹയാത്തും വലാ നുശൂറ, മൗത്തൻ വലാ ഹയാത്തൻ വലാ നുശൂറ, മരണമാകട്ടെ, ജീവിതമാകട്ടെ, പുനരുത്ഥാനമാകട്ടെ അവരുടെ കൈവശമല്ല. ലാ യംലികൂന ലിനഫ്സിഹി നഫ്അൻ വലാ ദുർറ, അവരവർക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ കഴിയാത്തവരാണ്, അവരവർക്ക് വേണ്ടി തന്നെ ഒരു ഉപദ്രവം വരുത്താൻ കഴിയാത്തവരാണ്. അങ്ങനെയുള്ളവരോടാണ് ഇവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ ആരാധിക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് നിങ്ങൾ നരകത്തിൽ കൊണ്ടുപോയി എറിയാൻ പറയുന്നത്. ഫഅൽഖിയാഹു, അതിനാൽ അവനെ നിങ്ങൾ കൊണ്ടുപോയി എറിയൂ. അയ്യുഹൽ മലക്കാനിൽ ഖരീനാൻ, ഇവന്റെ കൂട്ടാളിയായി നിലക്കൊണ്ടിട്ടുള്ള 2 മലക്കുകളെ. അയ്യുഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇഖ്തിസ്വാസാണ്. അൽഖിയ, നിങ്ങൾ 2 പേരും എന്ന് പറയുമ്പോൾ ആ 2 പേരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയ്യുഹ. അതിൽ യാ എന്നോട് കൂടുമ്പോൾ അതിന് ഇതായിരിക്കും. യാ ഇല്ലാത്തത് ഇഖ്തിസ്വാസാണ്. അൽഖിയ എന്ന് പറയുമ്പോൾ ഇവിടെ അൽ മുഖാത്തബ, അഭിസംബോധന ചെയ്യുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ പ്രത്യേകം ഉദ്ദേശിക്കുന്നത് അൽ മലക്കാനി, ഈ 2 മലക്കുകളെയാണ്. അൽ ഖരീനാനി, ഈ മനുഷ്യന്റെ കൂടെ ഉണ്ടായിരുന്ന, ഈ മനുഷ്യന്റെ കൂടെയുള്ള 2 മലക്കുകൾ ആരൊക്കെ എന്നുള്ള കാര്യം ഈ അധ്യായത്തിൽ ഏതാനും വചനങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. വജാതു കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്, ആ 2 മലക്കുകളോട് പറയുന്നു. പിന്നെ അതിന് അൽഖിയക്ക് രണ്ടാമത്തെ വ്യാഖ്യാനം ഇവിടെ സഅദി വിശദീകരിച്ചില്ല. മുതവ്വലായ തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണും. അല്ലെങ്കിൽ അൽഖിയ എന്നതിന്റെ രണ്ടാമത്തെ അർത്ഥം നമ്മൾ തസ്നിയ രൂപത്തിൽ ഉപയോഗിക്കുന്നവന്റെ ഭാഷാ പ്രയോഗം പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടാവും അല്ലെ? ആ അർത്ഥത്തിലാണ് സാധാരണ ഒരാളോട് തന്നെ ആയിരിക്കും പറയുന്നത് എങ്കിൽ പോലും 2 എന്നുള്ള എന്നൊക്കെ കവികൾ പറയുന്നത് പോലെ. അതുപോലെ തന്നെ ഇമ്രുൽ ഖൈസ് പോലും കവിത തുടങ്ങുന്നത് അവിടെ ഖിഫ രണ്ടാളൊന്നുമില്ല, ഒരാളെന്നെ ഉള്ളൂ. അത് അറബി ഭാഷയിലുള്ള രീതിയാണ്. ആ ശൈലിയിൽ പറഞ്ഞതായിരിക്കാം. ഒരാളോടാണെങ്കിൽ പോലും തസ്നിയ രൂപത്തിൽ പറയുന്ന ഭാഷാശൈലിയാവാം എന്നത് ഇതിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം. എന്നാൽ അതിൽ ഒന്നാമത്തെ വ്യാഖ്യാനം റാജിഹായ ഖൗൽ ഇത് തന്നെയാണ്. അൽ ഖിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയ്യുഹ, അവിടെ ഖിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഖ്തിസാസ് ചെയ്തത് അൽ മലക്കാനി, 2 മലക്കുകളെയാണ്. അൽ ഖരീന, ഇയാളുടെ കൂട്ടാളികളായിട്ടുള്ള, ഇയാളുടെ കൂട്ടാളികൾ എന്ന് പറയുമ്പോൾ അതിന്റെ വിശദീകരണം കിട്ടാൻ വജാതു കുല്ലു നഫ്സിൻ മഅഹു സായിഖും വശഹീദ്, ആ 2 മലക്കുകളോട് അല്ലാഹ് പറയുന്നു അവനെ നിങ്ങൾ കൊണ്ടുപോയി എറിയൂ. ഫിൽ അസാബിശ് ശദീദ്, അസാബുൻ ശദീദ്. അല്ലാഹ് അവന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയാൽ ആ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിലാണ്, അത് വളരെ ശക്തമാണ്. വല്ലാഹു അസീസുൻ ദുൻതിഖം, അള്ളാഹു അസീസാണ്, ഒരാൾക്കും അവനെ തോൽപ്പിക്കാൻ പറ്റൂല. അവൻ അജയ്യനാണ്, അവൻ ഇസ്സത്തുള്ളവനാണ്. അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ, ഇത്തരം പ്യൂണിറ്റീവ് മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ
പ്രതിക്രിയകൾ നടത്താൻ കഴിവുള്ള ശക്തമായി തന്നെ. പിന്നെ ശിക്ഷയിൽ പിന്നെ എന്തുണ്ടാവില്ല, അവിടെ ഒരു കനിവൊന്നും ഉണ്ടാവില്ല. കനിവ് കൊടുക്കേണ്ടവർക്ക് കനിവ് കൊടുക്കും. ശിക്ഷ കിട്ടുകയാണെങ്കിൽ വളരെ ശക്തമായ ശിക്ഷയായിരിക്കും. അതുകൊണ്ടാണ് ഇതും തിഖാം അള്ളാഹിനെ കുറിച്ച് അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫിൽ അദാബി ശദീദ്. ആ നരകം എന്ന് പറഞ്ഞാൽ ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളത് ആ സന്ദർഭത്തിൽ നരകത്തിൽ നിന്നുള്ള ഒരു ഉനുക്ക്, ഒരു ഭീം ഇങ്ങോട്ട് പുറത്തേക്ക് നീണ്ടുവരും. ഹദീസുകളിലുള്ള തഫ്സീറുകളിൽ കാണുന്നതാണ്. അത് വന്നിട്ട് ഈ മനുഷ്യൻ അങ്ങോട്ട് വലയം ചെയ്യും. വലയം ചെയ്തിട്ട് യൻതവി അലൈഹി, അത് അവനോട്ട് ചുരുട്ടിക്കൂട്ടും, നരകത്തിലേക്കാണ് വീഴുന്നത്. പിന്നെ നരകത്തിന്റെ ആഴങ്ങളിലേക്ക്, അതിന്റെ നിറക്കുകളിലേക്ക് അവൻ ചെയ്തു വെച്ചിട്ടുള്ള ശിർക്കിനും കുഫറിനും തെറ്റുകളുടെയും ആ ഗൗരവത്തിനനുസരിച്ച് നരകത്തിൽ അവന് നിശ്ചയിച്ചിട്ടുള്ള ദറക്കും ദറജാറിന്റെ മേലോട്ട് കയറി പോണ സ്റ്റെപ്പാണ്. ദറക്ക് എന്ന് പറഞ്ഞാൽ ദാല് റാ കാഫ്. ദറക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴത്തിലേക്ക്, കുഴിയിലേക്ക് താണു പോകുന്ന സ്റ്റെപ്പാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. രണ്ടും സ്റ്റെപ്പ് തന്നെയാണ്. ഒന്ന് ആരോഹണം ചെയ്യാനുള്ളതാണ്, മറ്റൊന്ന് അവരോഹണം താഴേക്ക് ഇറങ്ങി പോകുന്നതാണ്. അപ്പൊ ആ ദറക്കിലേക്ക്, നരകത്തിന്റെ കുഴിയിലേക്ക്, ആഴങ്ങളിലേക്ക് അത് അവൻ അങ്ങോട്ട് ഇഴുക്കുന്നത് കഴിയും. പിന്നെ ആ നരകത്തിൽ എത്തിക്കഴിഞ്ഞാലോ കുറെ കാലം നടക്കുമ്പോഴെങ്കിലും ഒരു ശീലിക്കൂലേ, അതില്ല. അങ്ങനെ നരകം ശീലമാകുന്നൊരു പ്രശ്നമല്ല. ലാ യമൂതു ഫീഹാ വലാ യഹ്യാ കുല്ലമാ നളജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അങ്ങനെ അവന്റെ തൊലിയെല്ലാം പഴുത്ത് പാകമായി അവസാനം ഇങ്ങനെ പാകമായി വരുന്ന സമയത്ത് അള്ളാഹ് എന്ത് ചെയ്യും, ആ തൊലികളെ മാറ്റിയിട്ട്, തൊലിയിലാണല്ലോ വേദന കൂടുതൽ അനുഭവപ്പെടുക, ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, പുതിയ ഇളം തൊലി വേറെ അള്ളാഹ് വെച്ചു കൊടുക്കും. ലിയദൂഖുൽ അദാബ്, അനുഭവിക്ക്. ഇതൊക്കെ നീ തന്നെയായിട്ട് ചോദിച്ചു വാങ്ങിയ കാര്യമല്ലേ, അതുകൊണ്ട് അനുഭവിച്ചോ. അതുകൊണ്ട് നരകത്തില് വിചാരിക്കേണ്ട, അവിടെ ഏതെങ്കിലും തരത്തിൽ അതിനോട് നമ്മൾ സമരസപ്പെടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അത് കാലെക്കൂട്ടി നിങ്ങളോട് താക്കീത് ചെയ്യുന്നു. അവിടെ വരാൻ പോകുന്ന സീനാണ് വിശദീകരിക്കുന്നത്. ഈ മനുഷ്യനെ അള്ളാന്റെ മുന്നിൽ ഹിസാബിന് ഹാജരാക്കുന്നത് സായിഖും ഷഹീദാണ്. അങ്ങനെ അവന്റെ കാര്യങ്ങൾ അവനെ എടുത്തു നോക്കുമ്പോൾ അവൻ കഫാറുൻ അനീദുൻ മന്നാഉൻ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ് അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ. അവന്റെ കാര്യത്തിൽ അള്ളാന്റെ വിധി വരുന്നു, അൽഖിയാ ഫീ ജഹന്നം കുല്ല കഫാരിൻ അനീദ്, ജഹന്നമിലിട്ടേക്കും. അവന്റെ കാര്യം അള്ളാഹ് വീണ്ടും പറയുന്നു, അൽഖിയാഹു, അവനെ നിങ്ങൾ കൊണ്ടുപോയി എറിയൂ, ഫിൽ അദാബി ശദീദ്, അദാബ് ശദീദ് അല്ലദീ ഹുവ മുഅ്ദമുഹാ വഅശദ്ദുഹാ വഅശ്നഉഹാ. ആ അദാബ് ശദീദ് എന്ന് പറഞ്ഞാൽ ഹുവ മുഅ്ദമുഹാ, അതാണ് അതിലെ അവന് കൊടുക്കുന്ന ശിക്ഷയിൽ മുഅ്ദമും ഭൂരിഭാഗവും ആ കഠിനമായ ശിക്ഷയാണ്, നരകശിക്ഷയാണ്. ആ നരകശിക്ഷ മാത്രമേ ഉള്ളൂ നിങ്ങൾ കരുതണ്ട. അത് മുഴലം അതാണ്. അല്ലാത്ത ശിക്ഷ അവന് ദുനിയാവിന്ന് കിട്ടിയിട്ടുണ്ട്, അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, പരലോകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ശിക്ഷ എന്ന് പറയുമ്പോൾ അത് പരലോകത്തുനിന്ന് കിട്ടുന്ന നരകശിക്ഷ മാത്രമാണെന്ന് കരുതരുത്. ശിക്ഷയുടെയും പ്രതിഫലത്തിന്റെയും കാര്യത്തിൽ നമുക്ക് കുറച്ചും കൂടി വലിയ ഒരു ഔട്ട്ലുക്ക് വേണം. ചെറിയൊരു ക്ലോസപ്പിൽ കാണരുത്. ശിക്ഷയാണെങ്കിലും പ്രതിഫലമാണെങ്കിലും അത് ദുനിയാവിന്നും കിട്ടും, പരലോകത്തുനിന്നും കിട്ടും. പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങൾ ചെയ്യുന്ന നന്മകൾക്കുള്ള പ്രതിഫലം എവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളം അതിനുള്ള പ്രതിഫലമാണ്, നമ്മൾ ശ്വസിക്കുന്ന വായു അതിനുള്ള പ്രതിഫലമാണ്. ഒരു ദിവസം 4-5 തവണ സുഖമായി മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ അത് അതിനുള്ള പ്രതിഫലമാണ്. അങ്ങനെ നമ്മളിവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തയ്യിബാത്തുകളും അത് അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലമാണ്, ദുനിയാവിൽ വെച്ചുകൊണ്ട് തരുന്ന പ്രതിഫലമാണ്. പക്ഷെ ഇതുകൊണ്ട് തീരില്ല. മുഴലം അവിടെയാണ്. തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ശിക്ഷന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. അവിടെ വെച്ചിട്ട് വലിയ ശിക്ഷ അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ വെച്ചിട്ട് ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുക്കും. അത് കൊടുക്കുമ്പോൾ അവൻ ചെയ്തിട്ടുള്ള തെറ്റായ പ്രവർത്തനങ്ങൾക്ക് ഒരു ശിക്ഷ അവന് കിട്ടട്ടെ എന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് അവൻ പാഠം ഉൾക്കൊണ്ടിട്ട് അവൻ ഈ തിന്മയിൽ നിന്ന് തിരിച്ചു പോകട്ടെ, നന്മയിലേക്ക് അവൻ തിരിച്ചു പോകട്ടെ എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. ലഅല്ലഹും യർജിഊൻ, അവന്റെ മടക്കം കൂടി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുന്നും കിട്ടും, അവിടുന്നും കിട്ടും.
പക്ഷെ ഇവിടുന്ന് കിട്ടുന്നത് അതുപോലെ നരകത്തിൽ എറിയുന്നതിന് മുമ്പ് പരലോകത്തെ അഹ്വാലുകൾ ഉണ്ടല്ലോ, ഹിസാബിന്റെ സന്ദർഭത്തിൽ അതിന്റെ മുമ്പ് അറസ്വാത്തുകളിൽ അവിടെ അവൻ അനുഭവിക്കേണ്ടി വരുന്ന അഹ്വാലുകൾ ഭയാനകമാണ്. അതുപോലെ തന്നെ അതിനു മുമ്പ് ഫിൽ ഹയാത്തിൽ ബർസഖിയ, അവന്റെ ബർസഖിയായ ജീവിതത്തിൽ അഥവാ ഖബറിൽ വെച്ചിട്ട് അവൻ അനുഭവിക്കുന്നത് വലുതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റതുമായിട്ട് യഥാർത്ഥമായ പൂർണ്ണ രൂപത്തിലുള്ള ശിക്ഷ അഥവാ നരകശിക്ഷ വരുമ്പോൾ ഇതൊക്കെ ചെറുതായി തീരുന്നു. നേരെ മറിച്ച് നരകശിക്ഷ വരുന്നതോടുകൂടി മുഴലമ് നരകശിക്ഷയും ബാക്കിയുള്ളതൊക്കെ അതിന്റെ സൈഡും സ്റ്റാർട്ടറും ആയിട്ട് കിടക്കുന്നു. അതുകൊണ്ടാണ് മുഴലമുഹ വാശദ്ദുഹ വാശിനഴുഹ, ഈ നരകമാണ് അവന്റെ അള്ളാഹു വിധിച്ചിട്ടുള്ള ശിക്ഷകളിൽ ഏറ്റവും മുഴലമ് വലുതാണ്, അഴലം അശദ്ധതാണ്, അശ്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ശിക്ഷയോ അതാണ്. എന്നാൽ ഏറ്റവും ഭീകരമായ വലുതായ ശിക്ഷന്റെ പുറമെ ചെറിയ ശിക്ഷകൾ വേറെ, അത് ദുനിയാവിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് ഖബറിന്ന് കൊടുത്തിട്ടുണ്ട്, അറസ്വാത്തുൽ ഖിയാമയിൽ വെച്ച് മഹ്ശറിൽ വെച്ചിട്ടും കൊടുത്തിട്ടുണ്ട്. പക്ഷെ മുഴലമും അശദ്ദും അശ്നഴും ഇനി അവന് വരാനിരിക്കുന്നു. അവനെ കൊണ്ടുപോയി എറിയുമ്പോൾ ആ നരകത്തിൽ വെച്ച് അവൻ കാണാനുള്ളതാണ്. നരകം അത്ര ഭയാനകമാണ്, അത് വർണ്ണിക്കാൻ നമുക്ക് എത്ര വർണ്ണിച്ചാലും നരകാതാവൂല, അത്രയും വലിയൊരു സംഭവമാണ്, അത്രയും വലിയ ഒരു സംഗതിയാണ്. അപ്പൊ അതില് വാചകങ്ങളിൽ നിങ്ങൾക്കൊന്നും സംശയം ഉണ്ടാവാൻ കാര്യമില്ല. അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ ഐ അബദ മഅഹു ഗൈറഹു, അത് ആ ഗൈർ മറ്റുള്ളവരെ ആരാധിച്ചു എന്ന് പറഞ്ഞത് മിമ്മൻ ലാ യംലികു ലിനഫ്സിഹി, ലിനഫ്സിഹി എന്ന് പറഞ്ഞാൽ ആ വ്യാജ ദൈവത്തിന് ആ വ്യാജ ദൈവത്തിന്റെ സ്വന്തം കാര്യത്തിൽ പോലും അവൻ ഉടമപ്പെടുത്തുന്നില്ല. നഫ്അൻ വലാ ദുർറൻ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ, നഫ്ഇല്ല ദുർറില്ല, മൗത്തില്ല, ഹയാത്തില്ല, നുഷൂറില്ല. അവന്റെ സ്വന്തം കാര്യത്തിൽ പോലും ഒരു ഉപകാരം വരുത്താൻ ഉപദ്രവം വരുത്താൻ, അവനെന്ന് ജീവിക്കണം, അവനെന്ന് മരിക്കണം, അവനെന്ന് പുനരുജ്ജീവിപ്പിക്കപ്പെടണം എന്ന് പോലും അവന്റെ കയ്യിലല്ല. അങ്ങനെയുള്ളവനാണ് ഇവൻ ഇലാഹായിട്ട് കൊണ്ടു നടക്കുന്നത്. അതിനാൽ അങ്ങനെയുള്ള ആളുകളെ ഇലാഹായി കൊണ്ട് നടന്ന, സൃഷ്ടിക്കുകയും ഉടമപ്പെടുത്തുകയും പരിപാലിക്കുകയും വേണ്ടതെല്ലാം കൊടുക്കുകയും ചെയ്തിട്ടുള്ള റബ്ബിനെ അവനോട് നന്ദി കേട് കാണിച്ച് അവനിൽ പങ്കുചേർത്തിട്ടുള്ള അവനെ കുറിച്ചിട്ട് അള്ളാഹു പറയും, അയ്യുഹൽ മലക്കാൻ, മലക്കുകളെ, ആ രണ്ട് മലക്കുകളെ, അൽ ഖരീനാൻ, അവന്റെ കൂട്ടാളികളായ സായിഫും ഷഹീദുമായ മലക്കുകളോട് അള്ളാഹു പറയും, അൽ ഖിയാഹു ഫിൽ അദാബിശ് ശദീദ്, അദാബ് ഷദീദിൽ കൊണ്ടുപോയി എറിയും. ആ അദാബ് ഷദീദ് എല്ലാമാണെന്ന് വിചാരിക്കേണ്ട, അത് അതിന്റെ മുഴലമാണ്. ആ മുഴലമാണ് അശദ്ധാണ്, അശ്നാണ്. ആ മുഴലമല്ലാത്ത അതിന്റെ സൈഡ് ശിക്ഷകൾ കുറച്ച് ദുനിയാവിന്ന് കിട്ടിയിട്ടുണ്ട്, കുറച്ച് ഖബറിന്ന് കിട്ടിയിട്ടുണ്ട്, കുറച്ച് അറസാത്തുൽ ഖിയാമയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം. അത് നമുക്ക് മുഴുവനാക്കണ്ട, അതിനുള്ള സമയമല്ല. ഖാല ഖരീനുഹു റബ്ബനാ മാ അത്ഗൈതുഹു വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്. അവിടെയാണ് പുള്ളി പുറത്ത് ചാടുന്നത്. അപ്പൊ അവന്റെ ഖരീന് വരും. ഖരീനുഹു മിനൽ ജിൻ, ഖരീനുഹു മിനശ് ശൈത്വാൻ, ജിന്നിൽപ്പെട്ട ശൈത്വാനിൽപ്പെട്ടിട്ടുള്ള അവന്റെ ഖരീന് പറയും. എന്താണ് പറയാ? ഖാല ഖരീനുഹു, അവന്റെ ഖരീൻ പറയും, ഇത് അവനായിട്ട് ചോദിച്ചു വാങ്ങിയതാണ്. അവൻ അവിടെ ഒരു ചിരിയുണ്ട്, ഇവനെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതിന്റെ എന്റെ ലക്ഷ്യം. ഞാൻ ഏതായിരുന്നാലും വീണു, ഞാൻ നീച്ചു നിൽക്കൂല. പഴന്തോടിന്റെ അതേ മനോഭാവമാണ്, എനിക്ക് നീച്ചിക്കാൻ പറ്റൂല. എന്നാ നീച്ചു നിൽക്കുന്ന ഒരുത്തനെ ഞാൻ അതിനെ അനുവദിക്കുന്ന പോലെ ഞാൻ വീഴ്ത്തി അടങ്ങുള്ളൂ. ഇതാണ് വിചാരിച്ചു. ഇന്ന അള്ളാഹ് ഏതായാലും ശപിച്ചു, ഇന്ന അള്ളാഹ് പുറത്താക്കി, ഞാൻ നരകത്തിലുള്ളതാണ്. പക്ഷെ ഇനി ആദമിന്റെ ഏതൊരുവൻ കാരണത്താൽ ഞാൻ ശപിക്കപ്പെടുകയും സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുകയും നരകത്തിന്റെ അവകാശിയായി തീരുകയും ചെയ്തോ, അത് ആദമാണല്ലോ. അതുകൊണ്ട് ആദമിനെയും ആദമിന്റെ മക്കളെയും കിട്ടുന്നിടത്തോളം ഞാൻ വലിച്ചിടും നരകത്തേക്ക്. എന്നിട്ട് നരകത്തിലേക്ക് ഇവൻ എത്തിച്ചിട്ട് ഇവൻ പറയാണ്, മാ തുഗൈതുഹു, ഞാൻ അവനോടൊരു അക്രമവും കാട്ടിയിട്ടില്ല, ഞാൻ അവനോടൊരു തുകയാനും കാണിച്ചിട്ടില്ല. മറിച്ച് വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്, അവൻ സ്വയം നിരക്ക് തന്നെ വലിയ വഴികേടിൽ എത്തിപ്പെടുകയാണ്. അവൻ അള്ളാഹു എന്ത് കൊടുത്തിട്ടുണ്ട്? അവൻ അള്ളാഹു വിശേഷ ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അവൻ അള്ളാഹു കാര്യങ്ങൾ വകതിരിക്കാൻ വേർതിരിക്കുവാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേർതിരിച്ച് തെരഞ്ഞെടുക്കുവാനുള്ള ഇഖ്തിയാർ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള കുദ്റത്ത് കൊടുത്തിട്ടുണ്ട്, അതിനുള്ള ഇറാദത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം തെരഞ്ഞെടുക്കുവാൻ അതിനുള്ള ഇഖ്തിയാർ, വരണാധികാരം, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവന് കൊടുത്തിട്ടുണ്ട്. നന്മതിന്മകൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അവന് കുദ്റത്തിന്റെ, ഇഖ്തിയാറിന്റെ, ഇറാദത്തിന്റെ ഇതെല്ലാം കൊടുത്തിട്ട് അവൻ അവന്റെ സ്വേച്ഛപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം താല്പര്യം അനുസരിച്ച് അവൻ അള്ള കൊടുത്തിട്ടുള്ള ഈ കഴിവുകൾ വെച്ചിട്ട് അവൻ തെരഞ്ഞെടുത്തു, അവൻ പോയി. അല്ലാണ്ട് ഞാൻ അവനെ പിടിച്ചടിച്ചോണ്ടെന്നൊന്നുമല്ല.
ഇത് പിശാച്ച് അവസാനം പറയുന്ന ഒരു സ്വഭാവമാണ്. അത് ബദറിലും അവൻ അങ്ങനെ തന്നെ പറഞ്ഞു എന്നാണ് ഖുർആനിലുള്ളത്. അവരൊക്കെ പാടെ പറഞ്ഞ് വണ്ടി കയറ്റിയോടെ കൊണ്ടുവന്നിട്ട് അവസാനം മുസ്ലിമീങ്ങളുടെ വാളിന് ഇരയാവുമ്പോ എന്നെ ഒന്നും പറയണ്ട, ഞാനതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പർ രക്ഷപ്പെട്ടു എന്നാ. എന്ന മാതിരി ഈ സന്ദർഭത്തിൽ പിശാച്ച് പറയുന്ന സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഫഖാല ശൈത്വാനു ലമ്മാ ഖുദിയൽ അംർ, കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് കഴിയുമ്പോൾ അള്ളാഹു നീ നടക്ക് സ്വർഗത്തേക്ക്, നീ നടക്ക് നരകത്തിലേക്ക് എന്ന് പറഞ്ഞ് കാര്യങ്ങളെന്ന് വേർതിരിക്കുമ്പോ ഇന്നല്ലാഹ വഅദക്കും, പിശാച്ച് പറയും അല്ലാഹ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, വഅദൽ ഹഖ്, ഹഖായ വാഗ്ദാനം, വഅദ്തുക്കും, ഞാൻ നിങ്ങളോട് ഇങ്ങനെ പലതും വന്നിട്ട് ഇങ്ങനെ ചെവിയിൽ വാഗ്ദാനം പറയാറുണ്ടായിരുന്നു, ഫഖ്ലഫ്തുക്കും, അത് ഞാൻ പറഞ്ഞ് ഞാൻ ലംഘിച്ചു, അതിന് എന്റെ കയ്യിൽ എന്തെങ്കിലും വാട്ടെ തരാന്. പച്ചക്ക് കാര്യങ്ങൾ അവിടുന്ന് കൈയൊഴിയാണ്. ഒമാക്കാനലി ആലേക്കും സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരം ഉണ്ടായിരുന്നില്ല, വെറുതെ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കാനേ പറ്റുള്ളൂ, അല്ലാണ്ട് എനിക്ക് നിർബന്ധിച്ചു കൊണ്ടുവരാൻ പറ്റുമായിരുന്നോ? ഇല്ലല്ലോ. കാര്യത്തിന്റെ കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഇഖ്തിയാറുണ്ട്, നിങ്ങൾക്ക് ഇറാദത്തുണ്ട്, നിങ്ങൾക്ക് ഖുദ്റത്തുണ്ട്. അല്ലാഹു വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട്, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, ഇറാദത്ത് ഇച്ഛാസ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ സ്വയം തെരഞ്ഞെടുത്തു എന്നല്ലാണ്ട് എനിക്ക് നിങ്ങളെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവരാനുള്ള ഒരു അധികാരം അന്ന് തന്നിട്ടില്ല. അതുകൊണ്ട് ഇത് തെരഞ്ഞെടുത്തത് നിങ്ങൾ തന്നെയാണ്. ഇല്ല അൻദഅഉതുക്കും, ഞാൻ നിങ്ങളെ വെറുതെ വിളിച്ചു നോക്കി, ഫസ്തജബ്തുലി, നിങ്ങൾ ഞാൻ പറഞ്ഞപ്പോ അതിന് ഉത്തരം നൽകി എന്നല്ലാതെ എനിക്ക് നിങ്ങളെ നിർബന്ധിച്ചു കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ ഫലാ തലൂമൂനി വലൂമു അൻഫുസക്കും, ഇനി നിങ്ങൾ എന്നെ ആക്ഷേപിച്ചിട്ടൊരു കാര്യമല്ല, നിങ്ങൾ സ്വന്തത്തെ തന്നെ ആക്ഷേപിച്ചോളൂ. അവൻ കൈ കഴുകുകയും ചെയ്തു. ഈ ഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ഖാല ഖരീനു, ആ സന്ദർഭത്തിൽ ഇവനെ നരകത്തിൽ എറിയൂ എന്ന വിധി വരുമ്പോ അവന്റെ ജിന്നിൽപ്പെട്ട അവന്റെ കൂട്ടാളി പറയും, റബ്ബനാ മാ തുഗൈതു, റബ്ബേ ഞാൻ അവനോട് ഒരു അതിക്രമവും കാണിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് വിളിച്ചു നോക്കി. പക്ഷെ എന്റെ വിളിയിലും വലിയ വിളി അള്ളാന്റെ വിളി അവിടെ കിടക്കുന്നില്ലേ? അള്ളാന്റെ വാഗ്ദാനം അവിടെ കിടക്കുന്നില്ലേ? സത്യമായ വാഗ്ദാനം, പൂർത്തീകരിക്കപ്പെടുന്ന വാഗ്ദാനം. ഞാൻ വെറും പൊടി വർത്താനം പറഞ്ഞു നോക്കിയതല്ലേ? ഞാനത് പറഞ്ഞപ്പോ അവര് കേട്ടു എന്നുള്ളത് അത് അവരുടെ തെറ്റ്. അവർക്ക് അത് എടുക്കാം, അപ്പുറത്ത് അള്ളാന്റെ വിളിയുണ്ട്, അത് കേട്ടുണ്ടായിരുന്നോ? രണ്ടും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ? അവർക്ക് വകതിരിക്കാനുള്ള ബുദ്ധി അല്ല കൊടുത്തിട്ടില്ലേ? അതിനാൽ അവരത് കേൾക്കാതെ ഇത് കേട്ടുവെങ്കിൽ അത് അവരുടെ തെറ്റ്. ഫലാത്ത ലൂമൂന് ഇന്നെ പറയണ്ട, ലൂമു അൻഫുസക്കും, സ്വന്തത്തെ തന്നെ ആക്ഷേപിച്ചാൽ മതി. വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്, അവൻ സ്വയമേവ തെരഞ്ഞെടുത്തതാണ്, അവന്റെ ഇഷ്ടമാണ്, അവന്റെ തെരഞ്ഞെടുപ്പാണ്, അതിന്റെ ഭവിഷ്യത്ത് അവൻ അനുഭവിച്ചോട്ടെ, അല്ലാണ്ട് ഞാനായിട്ട് എനിക്കതിലൊന്നുമില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് ശരിയാണ്. അത് പക്ഷെ അവനത് മറികടക്കാനുള്ള എല്ലാ കഴിവും അള്ള കൊടുത്തതാണ്. വിശേഷ ബുദ്ധി കൊടുത്തിട്ടുണ്ട്, വകതിരിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്, ബുദ്ധി ഉണ്ട് എന്ന് മാത്രമല്ല ഇറാദത്ത് കൊടുത്തിട്ടുണ്ട്, ഇഖ്തിയാർ കൊടുത്തിട്ടുണ്ട്, ഖുദ്റത്ത് കൊടുത്തിട്ടുണ്ട്. അവന്റെ ഇറാദത്തും ഇഖ്തിയാറും ഖുദ്റത്തും വെച്ച് അവൻ തെറ്റ് തെരഞ്ഞെടുത്താൽ അവൻ ഇനി അനുഭവിച്ചു കൊള്ളുക. അവന് കൈയൊഴിയുകയും ചെയ്തു. ഇത് ബാക്കി നമുക്ക് ഒന്നും കൂടെ അടുത്ത ആഴ്ച നോക്കാം. ഇവിടെ നമുക്ക് നിർത്താം. ബിഹാദൽ ഖദർ അക്തഫി അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം വയതവല്ലാനാ ജമീഅൻ ഫി ദുനിയ വൽ ആഖിറ ഇന്നഹു സമീഉൻ ഖരീബുൻ മുജീബ്. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.